ഹായ് ഫ്രണ്ട്സ്, 2025 മാർച്ച് 8 മുതൽ 12 തീയതി ഒരു 5 ദിവസത്തേക്ക് മലേഷ്യക്ക് ട്രിപ്പ് പോയുണ്ടായി. ട്രിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇനി വരുന്ന മാസങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും. ഞങ്ങൾ പോയത് ഗോകൈറ്റ് ട്രാവൽസിന്റെ പാക്കേജ് എടുത്താണ് പോയത്. 50,000 രൂപയാണ് ഒരാൾക്ക് പാക്കേജിന് വന്നത്. 8,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറെയും ചിലവായി. അങ്ങനെ മൊത്തം 58,000 രൂപയാണ് മലേഷ്യയിൽ പോയി വന്നതിന് ചിലവായത്. വിസ പ്രോസസ്സിങ്ങിന് പ്രത്യേകം കാശില്ല. അതേപോലെ തന്നെ എയർപോർട്ടിൽ വെച്ച് ഓൺ അറൈവൽ വിസയാണ് നമുക്ക് കിട്ടുന്നത്. ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. 20,000 രൂപയാണ് മൊത്തം എക്സ്ചേഞ്ച് ചെയ്തത്. അതിനകത്ത് 15,000 രൂപ ഞങ്ങൾ എയർപോർട്ടിന്റെ പുറത്തുനിന്ന് യൂണിമണി എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്നാണ് കൺവേർട്ട് ചെയ്തത്. 15,000 രൂപ അവിടെ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് അത്രയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തത്. 7% അവിടുത്തെ കമ്മീഷൻ വന്നത്. അത് ഞങ്ങൾ എയർപോർട്ടിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് 5,000 രൂപ എക്സ്ചേഞ്ച് ചെയ്തു. അതിന് ഏകദേശം 15% കമ്മീഷൻ വന്നത്. തിരിച്ചു വന്നപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഉണ്ടായ ബാലൻസ് റിങ്കറ്റ്, അവിടുത്തെ പൈസയാണ് റിങ്കറ്റ്, അത് എക്സ്ചേഞ്ച് ചെയ്തതിന് 3% കമ്മീഷൻ ആയുള്ളൂ. അത് ഫെഡറൽ ബാങ്കിന്റെയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ബാങ്കുകളുടെ ചെയ്യാൻ നോക്കുക, കമ്മീഷൻ കുറവായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കണേ. അത് നിങ്ങൾ എന്തൊക്കെയാലും ഫെഡറൽ ബാങ്കിന്റെ 3% ഉള്ളൂ തിരിച്ചു വന്നപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തതിന്. ഇതാണ് കറൻസി എക്സ്ചേഞ്ചിന്റെ ഒരു പ്രോസസ്സ്. ഇനി ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യാം. ATM നിന്ന് വിഡ്രോ ചെയ്യണതിന് ചാർജ് കൂടുതലാണ്. നമ്മൾ പുറത്ത് പോയിട്ട് ഇന്റർനാഷണൽ കാർഡ് യൂസ് ചെയ്ത് ATM നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യണതിന് മണി വിഡ്രോ ചെയ്യുന്നതിന് കാശ് കൂടുതലാണ്. പക്ഷേ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 1% വൺ കാർഡ്, ഞങ്ങളുടെ ഉണ്ടായത് 1 കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അതിന് 1% കമ്മീഷൻ വന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഏതൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ചാർജ് കുറവുള്ള കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മീഷൻ ഒരുപാട് കൊടുക്കണ്ട. കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കമ്മീഷൻ ഒരുപാട് കൊടുക്കണ്ട. പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടാൾക്ക് 20,000 രൂപ എടുത്തു. ഒരു 15,000 രൂപ എടുത്തിട്ട് 15,000 രൂപ കയ്യിൽ കരുതിയിട്ട് അപ്പൊ അത്രയും നമ്മൾ കമ്മീഷൻ കൊടുത്താൽ മതിയല്ലോ. ബാക്കി 5,000 രൂപയുടെ ആവശ്യം വരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ മതി. കാര്യം ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് 1 കാർഡിന് 1% ചാർജ് ഉള്ളൂ, ഫോറിൻ എക്സ്ചേഞ്ച് ചാർജ് ഉള്ളൂ. അപ്പൊ നമ്മൾ നാട്ടിൽ അത്രയും പൈസ കൺവേർട്ട് ചെയ്ത് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാലും ഒരു 10,000 രൂപ ആക്കുന്ന രീതിയിൽ 10,000 രൂപയിൽ ഒരു 8,000 രൂപ കരുതാം. കറൻസി നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോവാം, അങ്ങനെ ചെയ്യാം. പാക്കേജിൽ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള മലേഷ്യക്ക് പോകാനും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ്, പിന്നെ 5 ദിവസത്തേക്കുള്ള സ്റ്റേ, അക്കോമഡേഷൻ, ഹോട്ടല്, ബ്രേക്ക്ഫാസ്റ്റ്, ഹോട്ടൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. പിന്നെ കിട്ടിയത് മെയിൻ സ്ഥലങ്ങളിലേക്കുള്ള പാസ് കിട്ടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഞാൻ പറയാം. KL ടവറിന്റെ പാസ് ഉണ്ടായിരുന്നു. പിന്നെ അതെന്തൊക്കെയാലും ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ പോകേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ സൺവേ ലഗൂൺ അമ്യൂസ്മെന്റ് പാർക്കാണ്. നമ്മുടെ കൊച്ചി വണ്ടർലയിലെ പാർക്ക് പോലെ തന്നെ അമ്യൂസ്മെന്റ് പാർക്കാണ്. അവിടെ പോയി 5,000 രൂപയാണ് അവിടുത്തെ പാസ്. അത് വേണമെന്നില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾ പാക്കേജിൽ ഇല്ലാണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. എന്തൊക്കെയാലും പിള്ളേരൊക്കെ ആയിട്ട് പോകണമെങ്കിൽ എൻജോയ് ചെയ്യാം. അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. പിന്നെ KLCC അക്വേറിയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ KL ടവറും പിന്നെ 15 മിനിറ്റ് കറങ്ങാവുന്ന കുറച്ച് സ്ഥലങ്ങളും കറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം സൺവേ ലഗൂൺ ഫുൾ അവിടെ തന്നെയായിരുന്നു. മൂന്നാമത്തെ ദിവസം KLCC അക്വേറിയം, നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് ഒരു അക്വേറിയം ഉണ്ട്. ആ സെയിം സാധനം തന്നെ പോലെ തന്നെ വേറെ ഒരു എക്സ്പീരിയൻസിൽ ഒരു മാറ്റമില്ല. അത് 1,700 രൂപയാണ് അവിടുത്തെ പാസിന് വരുന്നത്. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. സൺവേ ലഗൂണും ഇതും നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താലും മതി. പിന്നെ ഞങ്ങൾക്ക് ജെന്റിങ് ഹൈലാൻഡിലെ കേബിൾ കാർ റൈഡ്, അതിന് ഏകദേശം 1,000 രൂപ തന്നെ. അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല, അത് മസ്റ്റായിട്ട് പോകേണ്ടത് തന്നെയാണ്. ഒഴിവാക്കരുത്, മലേഷ്യ പോയി ഒഴിവാക്കരുത്. പിന്നെ അവിടുത്തെ സ്റ്റേ, ജെന്റിങ് ഹൈലാൻഡിലെ വേൾഡ് ഫസ്റ്റ് ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത്. വൈഫൈ ഡീലക്സ് എന്ന് പറഞ്ഞ റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. AC ഒന്നും ഇല്ലാത്ത റൂമാണ്. അത് നല്ല തണുപ്പാണ്, AC ആവശ്യമൊന്നുമില്ല അവിടെ. അടിപൊളിയായിരുന്നു, അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു, ഹോട്ടൽ അടിപൊളിയായിരുന്നു. 5,000 രൂപയാണ് ഹോട്ടലിന് വരുന്നത്. ഹോട്ടലല്ലാണ്ട് വലിയ മാളുണ്ട്, സിനിമ തിയേറ്റർ ഉണ്ട്, എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഹോട്ടലിലുണ്ട്. വലിയ ഹോട്ടലാണ്. 7,351 റൂമാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുള്ള ഹോട്ടൽ. അപ്പൊ എന്തൊക്കെയാലും അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ മിസ്സാവാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ്. ഇതാണ് ഞങ്ങൾക്ക് പാക്കേജിൽ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ അതല്ലാണ്ട് ഞങ്ങളുടെ കാശ് ചെലവായത് ലഞ്ചും ഡിന്നറും. പിന്നെ ഞങ്ങളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോയി എന്ന് പറഞ്ഞാൽ ബസ്സിലും മെട്രോയിലും ഇതിനകത്തൊക്കെ പോയി. പിന്നെ വെള്ളം മേടിച്ച് കുടിക്കില്ല, അങ്ങനെ കണവണ ചെലവുണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങൾക്കാണ് 8,000 രൂപ വന്നത്. ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം 1,300 രൂപയുടെ അടുത്ത് ഫുഡും പിന്നെ ഒരു 300 രൂപയുടെ അടുത്ത് വെള്ളവും ബാക്കി കാര്യങ്ങളും ഈ വണ്ടിയുടെ ചെലവും കാര്യങ്ങളൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി, നമ്മൾ ടാക്സി ഞങ്ങൾ വിളിച്ചില്ല, ബസ്സിനും മെട്രോവും പിന്നെ മോണോറെയിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. അതിന്റെ കാശ്. ഇനി ട്രിപ്പിന്റെ ബഡ്ജറ്റ് ഇനി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനി ട്രിപ്പിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നേരത്തെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ കുറവായിട്ട് കിട്ടും. പിന്നെ സൺവേ ലഗൂൺ 5,000 രൂപ, അത് കൊച്ചി വണ്ടർലയിലുണ്ട്, അത് ഒഴിവാക്കാം. പിന്നെ KLCC അക്വേറിയം, അത് തൃശ്ശൂർ ചാവക്കാടുണ്ട്, അത് ഒഴിവാക്കാം. അങ്ങനെ തന്നെ ഒഴിവാക്കുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് കുറയും. അപ്പൊ അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടെത്തണം വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്.
അത് ഒരു കാര്യം. പിന്നെ ഞങ്ങൾ ലഞ്ചും ഡിന്നറും, ഈ ലഞ്ച് കഴിക്കുന്നത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നായിരിക്കും കഴിക്കണം. കാര്യം പല ടൂർ ഡെസ്റ്റിനേഷനിലായിരിക്കും ഇരിക്കുക. അപ്പൊ അവിടുത്തെ ഇതായിരിക്കും കഴിക്കണം. അപ്പൊ അവിടെ എന്തെങ്കിലും റേറ്റ് വരും, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഡിന്നർ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി ഏകദേശം നമ്മൾ 5 മണി 6 മണിയാകുമ്പോഴേക്കും റൂമിലേക്ക് തിരിച്ചു എത്തും. പിന്നെ അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മെയിനായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ജലാനല്ലൂർ എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ്. നമ്മൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ അവിടെ വേറെയും കുറച്ച് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാൻ ഇറങ്ങിപ്പോക്കാണ് ഞങ്ങളുടെ പണി. അവിടെ പല റേറ്റിനുണ്ടാവും, കാശ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ഒരുവിധം കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അവിടെ കാശ് നോക്കരുത് ഞാൻ പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. തന്നെ ഈ റൂം ഞങ്ങൾ 3 സ്റ്റാർ ഹോട്ടലാണ് ഞങ്ങൾക്ക് ഈ പാക്കേജ് ഉണ്ടായത്. പക്ഷെ ആ റേറ്റിന് തന്നെ 4 സ്റ്റാർ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് 4 സ്റ്റാറിൽ താമസിക്കാൻ പറ്റി. ഇനി കാശ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റാർ ഹോട്ടൽ 3 സ്റ്റാറിന് താഴേക്ക് വരാണെങ്കിൽ അതിനെ പൈസ കുറയ്ക്കാം, അതിനെ പൈസ കുറയും. മൊത്തത്തിൽ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, മലേഷ്യക്ക് പോയത് നല്ല വാല്യൂ ഫോർ മണി ആയി പോയി. അല്പം കൂടി പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാശ് കുറയായിരുന്നു. ഒരു 50 രൂപ നിർത്തായിരുന്നു ട്രിപ്പ്. നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് 50,000 രൂപ നിർത്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ മലേഷ്യ നല്ല ഓപ്ഷൻ ആയിരിക്കും. എന്തൊക്കെയായാലും നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കും ട്രിപ്പ്. നമുക്ക് ചെറിയൊരു എമൗണ്ടിന് അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറ്റും. ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഹോട്ടലിലെ സ്റ്റേ, പിന്നെ ട്രാവലിങ്, അവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലെ പാസ്, ഇതെല്ലാം കൂടി പാക്കേജിന് ഏകദേശം 41,000 രൂപയാണ് ഈ പാക്കേജുകാർക്ക് എന്ന് പറഞ്ഞാൽ ഗോകൈറ്റിന് അവിടെ കൊടുക്കേണ്ടി വരുന്ന ചാർജ്. പിന്നെ 9,000 രൂപയാണ് ഏകദേശം അവരൊരു പ്രോഫിറ്റ് ആയിട്ട് ഞങ്ങൾ കണക്കൂട്ടിയത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കേജ് എടുക്കാതെ പോകുന്നത് മണ്ടത്തരമാണ്. കാര്യം അവിടുത്തെ ലാംഗ്വേജ്, പിന്നെ നമ്മൾ അവിടെ ചെന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുറെ സമയവും പോകും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാക്കേജിന് പോകുന്നതിനാണ് ലാഭം തോന്നും. ഇത് പാക്കേജ് എടുക്കാതെ പോകുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈം ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കുറെ എളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോകാനായിട്ട്. ഇനി ഈ ഒരു വീഡിയോന്റെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ചെയ്ത പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഓൺലൈൻ പേയ്മെന്റ് എല്ലാത്തിന്റെയും ലിമിറ്റ് കുറച്ച് വെച്ചു. നാട്ടിൽ നിന്ന് കുറച്ച് വെച്ചു. കാര്യം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, മലേഷ്യയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നെറ്റിന് പ്രശ്നം ഉണ്ടാകും. കാര്യം മെസ്സേജ് വരില്ല. അപ്പൊ നമുക്ക് അക്കൗണ്ടിന്റെ ഈ ട്രാൻസാക്ഷൻ ലിമിറ്റ് കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് ചെയ്തു വെച്ചു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ സിം എടുത്തു. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മലേഷ്യ എയർപോർട്ടിന് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ 250 രൂപയൊക്കെ ലാഭം കിട്ടിയത്. പക്ഷേ ഞങ്ങൾക്ക് കോൾ വിളിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എടുത്തു. കോൾ വിളിക്കാന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ നമുക്ക് ഇന്ത്യയിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ഡ്രൈവറിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നേരത്തെ എയർപോർട്ടിൽ തന്നെ സിം എടുത്തു. അവിടുത്തെ മിക്ക സ്ഥലത്തും, മലേഷ്യയിലെ മിക്ക സ്ഥലത്തും വൈഫൈ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എയർപോർട്ടിൽ വൈഫൈ കിട്ടില്ല. ഞങ്ങൾ പുറത്തങ്ങോട്ട് ഇറങ്ങേണ്ടത്. അപ്പോഴേക്കും നമുക്ക് സിം എടുക്കുന്ന സമയത്ത് ബേസിക് പ്ലാനിൽ ഹോട്ട്സ്പോട്ട് വഴി നെറ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല. കോൾ വിളിക്കാം, അവിടുത്തെ ലോക്കൽ കോൾ വിളിക്കാം. പിന്നെ ഒരു 20 GB നെറ്റ് കണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒരുപാട് 5G ബാൻഡുള്ള ഫോണുകളാണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ് വളരെ സ്ലോഗാണ്. പിന്നെ ഹോട്ടൽ റൂമിൽ നമുക്ക് വൈഫൈ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.